കൊച്ചി പഴയ കൊച്ചിയല്ല. ഒരു മമ്മൂട്ടി ചിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഡയലോഗാണിത്. ഈ ഡയലോഗ് ശരിവയ്ക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ കൊച്ചി. അറബിക്കടലിൻ്റെ മനോഹാരിത മുഴുവൻ ആവാഹിച്ച കൊച്ചി കുപ്രസിദ്ധിയിലേക്കാണ് നീങ്ങുന്നത്. രാജ്യാന്തര ലഹരിക്കടത്തിൻ്റെ കേന്ദ്രമായി കൊച്ചി മാറുന്നു എന്നത് ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുന്നത്. ലഹരി മരുന്നിൻ്റെ ഹബ്ബായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്നു. കടൽ വഴിയാണ് കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ലഹരി മരുന്ന് എത്തുന്നത്. ഇവിടെ എത്തുന്ന ലഹരി വസ്തുക്കൾ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നു. രാജ്യാന്തര ലഹരിക്കടത്തിൻ്റെ കേന്ദ്രമായി കൊച്ചി മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിലെത്തുന്ന ലഹരി മരുന്നുകൾ ഇവിടെ നിന്ന് മറ്റു നാടുകളിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ലഹരിക്കടത്തിനായി കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത്? ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കിയതാണ് ഒരു കാരണം. കൊച്ചിയിലെത്തുന്ന രാസലഹരികൾ ഇവിടെ നിന്ന് രാജ്യത്തിലെ വൻ നഗരങ്ങളായ മുംബൈ, ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി മരുന്ന് കുക്കിങ്ങും കൊച്ചിയിൽ നടക്കുന്നുണ്ടെന്നാണ് വിവരം. ആവശ്യക്കാർ സ്വന്തമായി ലഹരി മരുന്ന് ഉണ്ടാക്കിയെടുക്കുകയോ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി നൽകുകയോ ചെയ്യുന്നതാണ് ലഹരി മരുന്ന് കുക്കിംഗ്. ബംഗളൂരുവിൽ നിന്ന് കുറച്ചു കാലം മുമ്പാണ് ലഹരി മരുന്ന് കുക്കിങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ആഫ്രിക്കൻ സംഘങ്ങളാണ് ലഹരി മരുന്ന് കുക്കിങ്ങിന് തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസം ലഹരി മരുന്നുമായി ടാൻസാനിയൻ ദമ്പതികൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റിലായിരുന്നു. ലഹരി മരുന്ന് വയറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവരെ പിടികൂടിയത്. ദമ്പതികളുടെ വയറ്റിലുണ്ടായിരുന്നത് 4 കിലോഗ്രാം കൊക്കൈനാണ്. രാജ്യാന്തര വിപണിയിൽ ഇതിന് 30 കോടിയോളം വില വരും. ടാൻസാനിയൻ ദമ്പതികളായ ഒമാറി അത്തുമണി ജാങ്കോ, വെറോണിക്ക അഡ്രേഹാം ദുങ്കരു എന്നിവർ വിഴുങ്ങിയത് 100 ക്യാപ്സ്യൂളുകൾ വീതം 4 കിലോഗ്രാം കൊക്കൈനാണ്. ഒമാരിയുടെ വയറ്റിലുണ്ടായിരുന്ന ക്യാപ്സ്യൂളുകൾ 4 ദിവസം കൊണ്ട് പുറത്തു വന്നു. എന്നാൽ ശാരീരിക പ്രശ്നങ്ങളുള്ള വെറോണിക്കയുടെ ശരീരത്തിൽ നിന്ന് കൊക്കൈൻ പുറത്തെടുക്കുന്നത് ശ്രമകരമായിരുന്നു. ആരോഗ്യത്തെ ബാധിക്കാത്ത വിധത്തിൽ പഴങ്ങളടക്കമുള്ള ഭക്ഷണങ്ങൾ നൽകി ക്യാപ്സ്യൂളുകൾ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് കസ്റ്റംസ് നടത്തിയത്. കേരളത്തിൽ പിടിയിലാകുന്ന MDMA ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം രാസലഹരികളുടെയും പിന്നിൽ ആഫ്രിക്കൻ വംശജരായ ഇടവിൽപ്പനക്കാരാണുള്ളത്. പുറത്തുവരുന്ന വിവരങ്ങൾ അമ്പരപ്പും ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കുന്നതാണ്. മാരകമായ ഈ ലഹരി മരുന്നുകളിൽ നിന്ന് അകലം പാലിക്കാൻ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. കൊച്ചിയുടെ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികളും വേണം.